ശ്രീ ജഗദീഷ് കേൾക്കാമോ? വളരെ സന്തോഷം. ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്ക ഒത്തിരി നാളുകൊണ്ട് കാത്തിരുന്ന ഒരു കിരീടം തന്നെയാണ്. ഒരു ICC കിരീടം കിട്ടുന്നില്ല ഒരു പരാതി. ഒരുപക്ഷെ ഓസ്ട്രേലിയക്കെതിരെ നേടുന്ന ഒരു വിജയം ഒരുപക്ഷെ ഒരു മധുര അധികാരം എന്ന് തന്നെ തോന്നിപ്പോകും. കാരണം ലോർഡ്സില് ഒരു മാച്ച് ജയിക്കുക അല്ലെങ്കിൽ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുക എന്നുള്ളത് ഒരു ടീം പെർഫോമൻസ് തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ. പ്രത്യേകിച്ച് ആ ഒരു ബാറ്റേഴ്സ് എയ്ഡൻ മാർക്രോ ആയിക്കോട്ടെ, ബൗമ ആയിക്കോട്ടെ, അവരുടെ എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നു 27 വർഷങ്ങളുടെ കാത്തിരിപ്പിനുള്ളിൽ ഒരു ICC കിരീടം ദക്ഷിണാഫ്രിക്കൻ മണ്ണിലേക്ക് എത്തുന്നതിന്റെ സന്തോഷം ആസ് എ ക്രിക്കറ്റർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായും മറ്റൊരു കാര്യം, ഇത് ഒരു തരത്തിൽ ഒരു പരാജയം അറിയാതെ അപരാജിതരായി ഈ കിരീടത്തിൽ മുത്തമിടുകയായിരുന്നു ശ്രീ ജഗദീഷ്. കാരണം ദക്ഷിണാഫ്രിക്ക എക്സെപ്ഷണൽ ടീമാണ്. പലപ്പോഴും മുൾമുനയിൽ കളിച്ച ഒരു ടീം തന്നെയാണ്. പലപ്പോഴും ഈ വേൾഡ് കപ്പ് തന്നെ എനിക്ക് പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെ വഴുതിപ്പോയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഒത്തിരി സമയങ്ങളിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിട്ടുപോയ ഒരു സാധനം ഒരുപക്ഷെ ക്രിക്കറ്റിന്റെ എപ്പോഴും അല്ലെങ്കിൽ ഒരു ജെനുവിൻ ഗെയിം അല്ലെങ്കിൽ ജെനുവിൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിൽ തന്നെ അത് തുടങ്ങുമ്പോൾ വളരെ സന്തോഷമാണ്. അത് ദക്ഷിണാഫ്രിക്കയുടെ ഒരു ടീം എഫേർട്ട് തന്നെയാണ്. എക്സ്പെഷ്യലി ആ ബൗമയുടെ ഒക്കെ ഒരു ഇന്നിങ്സ് എടുത്ത് പറഞ്ഞാൽ മതി. ആ ഒരു പേശിവലയൊക്കെ മൂലം കളി കൊണ്ടുപോയി ആ ഒരു കളിയിൽ നിന്ന് വിട്ടുമാറാതെ ക്രീസിൽ നിൽക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു വലിയ വിജയം നേടിക്കൊടുത്തത്. വളരെയധികം നന്ദി ശ്രീ ജഗദീഷ്. നമുക്ക് ചേർത്തതിന് കേരള മുൻ രഞ്ജി താരം VA ജഗദീഷിന്റെ പ്രതികരണമാണ് നമ്മൾ